നമസ്കാരം പ്രിയരെ. ഇന്ന് നാം സംസാരിക്കുന്നത് സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഡ്യൂട്ടിയെ സംബന്ധിച്ചാണ്. 17A രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയനാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ, രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൻ്റെ കസ്റ്റോഡിയൻ. അതുപോലെ ഇൻഡെലിബിൾ ഇങ്കിൻ്റെ കസ്റ്റോഡിയനും അദ്ദേഹം തന്നെയാണ്, മായ്ക്കാൻ പറ്റാത്ത മഷി. വോട്ടർ സ്ലിപ്പ് എഴുതി കൊടുക്കുന്നതും സെക്കൻഡ് പോളിംഗ് ഓഫീസർ തന്നെയാണ്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 17Aക്ക് 5 കോളങ്ങളാണ് ഉള്ളത്. ആദ്യ കോളം സീരിയൽ നമ്പറാണ്. സാധാരണഗതിയിൽ അത് അച്ചടിച്ച് വരികയാണ് പതിവ്. ഇപ്രാവശ്യം അത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ തന്നെ ഫില്ല് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കോളം മാർക്ക്ഡ് കോപ്പിയിലെ സീരിയൽ നമ്പറാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അത് ഉറക്കെ വായിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ കോളം ഐഡൻറ്റിറ്റിയെ സംബന്ധിച്ചതാണ്. ഐഡൻറ്റിറ്റി കാർഡ് എപ്പിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ EP എന്ന് രേഖപ്പെടുത്തിയാൽ മതിയാവും. ഓൾട്ടർനേറ്റ് ഡോക്യുമെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമും അവസാനത്തെ 4 ഡിജിറ്റും എഴുതേണ്ടതാണ്. സ്ക്രീനിൽ കാണുന്ന പോലെ DL 2426 അത് ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിൻ്റെ അവസാന 4 ഡിജിറ്റുമാണ്. നാലാമത്തെ കോളം വോട്ടറുടെ സിഗ്നേച്ചറോ തമ്പ് ഇംപ്രഷനോ രേഖപ്പെടുത്തുവാനുള്ള കോളമാണ്. സിഗ്നേച്ചർ ചെയ്യുവാൻ കഴിയുന്നവർ ഇവിടെ സിഗ്നേച്ചർ തന്നെ വെക്കേണ്ടതാണ്, അല്ലാത്തവരുടെ തമ്പ് ഇംപ്രഷൻ. ASD വോട്ടറാണെങ്കിൽ സിഗ്നേച്ചറിന് പുറമെ തമ്പ് ഇംപ്രഷൻ കൂടി കാണിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കോളം റിമാർക്സ് കോളമാണ്. ASD വോട്ടറാണോ, EDC ആണോ, പ്രൊസീജിയർ വയലേറ്റ് ചെയ്ത വോട്ടറാണോ, റെഫ്യൂസ്ഡ് വോട്ടാണോ എന്നീ കാര്യങ്ങളൊക്കെ ഈ റിമാർക്സിൽ രേഖപ്പെടുത്തണം. അതിനു താഴെ പ്രിസൈഡിംഗ് ഓഫീസറുടെ സിഗ്നേച്ചർ. മായ്ക്കാൻ പറ്റാത്ത മഷിയുടെ ചാർജും സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് തന്നെയാണ്. അതിൽ പാലിക്കേണ്ട സൂക്ഷ്മതകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചു. നമ്മൾക്ക് ലഭിക്കുന്ന കപ്പിൽ മണൽ നിറച്ച് നടുവിൽ ഈ ഇൻഡെലിബിൾ ഇങ്ക് ബോട്ടിൽ വെക്കുകയും അതുപോലെ തന്നെ അത് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. മഷി 17A രജിസ്റ്ററിലേക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ ദേഹത്തോ ആവാതിരിക്കുവാൻ വേണ്ടി വളരെയധികം ശ്രദ്ധ പുലർത്തണം. വോട്ടറുടെ ഇടത്തെ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. മഷി പുരട്ടുമ്പോൾ നഖത്തിൻ്റെ അറ്റം മുതൽ വിരലിൻ്റെ 1-ാം മടക്ക് വരെയാണ് മഷി പുരട്ടേണ്ടത്. കമ്പാനിയൻ വോട്ടറാണെങ്കിൽ റൈറ്റ് ഫോർ ഫിംഗർ വലത്തെ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടുക. 17A രജിസ്റ്ററിൽ വോട്ടറുടെ സിഗ്നേച്ചർ വാങ്ങുന്നു. അതുപോലെ കമ്പാനിയൻ വോട്ടറാണെങ്കിൽ കമ്പാനിയൻ്റെ സിഗ്നേച്ചർ വാങ്ങുന്നു. പ്രോക്സി വോട്ടറാണെങ്കിൽ പ്രോക്സിയുടെ സിഗ്നേച്ചർ വാങ്ങുന്നു. സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടർ സ്ലിപ്പ് വോട്ടർക്ക് പൂരിപ്പിച്ച് നൽകേണ്ടതാണ്. അതിനുശേഷം വോട്ടറെ തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് വിടുന്നു. ഇതാണ് 17A രജിസ്റ്ററിൻ്റെ മോഡൽ. ആദ്യത്തെ വോട്ടർ എപ്പിക് ഉപയോഗിച്ച് വോട്ട് ചെയ്തു, EP എന്നവിടെ രേഖപ്പെടുത്തി. രണ്ടാമത്തെ വോട്ടർ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഉപയോഗിച്ചത്. ക്ലാസിഫൈഡ് സർവീസ് വോട്ടറുടെ കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ സീരിയൽ നമ്പർ 2 ആണ്. പ്രോക്സി വോട്ടർ എന്ന് ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ റിമാർക്സിനകത്ത് ക്ലാസിഫൈഡ് സർവീസ് വോട്ടർ CSV എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ASD ലിസ്റ്റിലുള്ള ഒരു വോട്ടർ വന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും ഒരു ഡീക്ലറേഷൻ ഒപ്പിട്ട് വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സിഗ്നേച്ചർ കോളത്തിനകത്ത് സിഗ്നേച്ചറിന് പുറമെ തമ്പ് ഇംപ്രഷൻ കൂടി വെക്കണം. റിമാർക്സ് കോളത്തിനകത്ത് ASD വോട്ടർ എന്ന് രേഖപ്പെടുത്തുകയും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടേണ്ടതും ആണ്. 17A രജിസ്റ്റർ എൻട്രി ചെയ്ത് വോട്ടർ സ്ലിപ്പ് നൽകിയതിനു ശേഷം ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അക്കാര്യം റിമാർക്സിൽ രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളിൽ 17A രജിസ്റ്ററിൽ എൻട്രി വരുത്തി വോട്ടർ സ്ലിപ്പൊക്കെ വാങ്ങിയതിനു ശേഷം ഒരു വോട്ടർ സീക്രസി ഓഫ് വോട്ടിംഗ് വയലേറ്റ് ചെയ്യുന്നു. അതായത്, ഞാൻ ഇന്ന കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ വല്ല പ്രവർത്തനങ്ങളും നടത്തുന്നു എങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അയാളെ പുറത്താക്കുവാനുള്ള അധികാരം ഉണ്ട്. അങ്ങനെ
ഉള്ള വോട്ടറുടെ 17A റിമാർക്സ് കോളത്തിനകത്ത് പ്രൊസീജിയർ വയലേറ്റഡ് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. സെക്കൻഡ് പോളിംഗ് ഓഫീസറായി നിയമനം ലഭിച്ചിരിക്കുന്ന താങ്കൾക്ക് ഈ ഇലക്ഷനിൽ നന്നായി ശോഭിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.